അവന്റെ പേരെന്താ? വാ സ്കൂളിൽ പോവാം. വാ സ്കൂളിൽ പോവാം. വാ. നിങ്ങൾ കരയരുത്, സ്കൂളിൽ പോവാം. അക്ഷരം പഠിക്കാം. ഹലോ, അക്ഷരം പഠിക്കാം. വാ. വല്യപ്പാ, ആ, എന്താ പ്രശ്നം? പിള്ളേരെ പിടിക്കാൻ ഇറങ്ങിയതാ. അയ്യോ പോലീസിനെ വിളിച്ചേ. പോലീസിനെ വിളിക്കേ. എന്തിന് 100ലേക്ക് വിളിക്കേ. എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? പിന്നെ നിങ്ങൾ പട്ടാപ്പകല് പരസ്യമായിട്ട് പിള്ളേരെ പിടിക്കാൻ വന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അയ്യോ, നിങ്ങൾ ഉദ്ദേശിച്ച ആ പിള്ളേരെ പിടുത്തമല്ല. ഏ? അതെ, എനിക്ക് കുട്ടികളില്ല. ആ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഉഗ്രൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളിനെ ചെന്ന് കണ്ട പിള്ളേരെ അച്ചട്ട. വിഡിത്തം പറയുന്നു. ഞാൻ സത്യം പറഞ്ഞേ. ഇടൂ, ഞാനൊരു അധ്യാപകനാണ്. HM ആണ് ഞാൻ. ഓ അപ്പൊ എന്റെ സ്കൂളില് കുട്ടികൾ കുറവാണ്. അപ്പൊ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. അത് ശരി, മനസ്സിലായോ? ആ. കുട്ടികളില്ലെങ്കിൽ ക്ലാസ് മുടങ്ങും. ഇല്ല, DOG വന്നു കഴിഞ്ഞാൽ യാതൊരു വിഷയമാകും. DOG എന്ന് പറഞ്ഞാൽ ഡോഗെന്നല്ലേ? ആ പട്ടി വന്നു കഴിഞ്ഞാൽ എന്റെ ജോലി പോകുന്നു. പിള്ളേര് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അതിനു വേണ്ടി പിള്ളേരെ തപ്പി ഇറങ്ങിയതാണ്. പിള്ളേരെ തപ്പി ഇറങ്ങിയതാണ് ഞാൻ. അത് ശരി. അല്ല, എന്താ മാഷിന്റെ വിഷയം? എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ 2 തലതെറിച്ച പിള്ളേരുണ്ട് വീട്ടില്. അവന്മാരെ കൊണ്ട് ഭയങ്കര വിഷയമാണ് വീട്ടിൽ. ഒരു സ്വസ്ഥതയും തരത്തില്ല. അതല്ല ചോദിച്ചേ. ഒരു പണിക്കും പോകത്തില്ല അവന്മാര്. പട്ടിണി, മുഴുപട്ടിണി, അതാണ് വിഷയം. മാഷെ അതല്ല ചോദിച്ചേ. പിന്നെ എന്താണ് പഠിപ്പിക്കുന്ന വിഷയം എന്താന്ന്? അത് കണക്കാ. അത് മാഷിനെ കണ്ടപ്പോ തോന്നി പഠിപ്പിക്കുന്ന കണക്കാണ്. അത് എന്നെ കണ്ടപ്പോ തോന്നാൻ എന്തോ എന്റെ ശരീരം മൊത്തം ഗുണനപ്പട്ടി എഴുതി വെച്ചേക്കുവാണ്. കണ്ടപ്പോ തോന്നിയെന്ന് പറയാം. പിള്ളേരെ പിടിക്കാൻ വന്നപ്പോ മനസ്സിലായി ആ സ്കൂളിന്റെ വിഷയങ്ങൾ എന്താന്ന് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ എന്റെ സ്കൂളിനെ കൊച്ചാക്കി സംസാരിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചെറുതാക്കി സംസാരിക്കൊന്നും വേണ്ട. ഏതാ സ്കൂൾ? ഏതാ? മണ്ണാമല സ്കൂള്. ഈയിടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? ആ സ്കൂളായിരുന്നോ? അതെ അതെ. ഓക്കെ. പത്രത്തിൽ ഈയിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓട് തലയിൽ വീണ് എന്തോ 6 കുട്ടികൾക്ക് എന്തോ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് വാർത്ത. അല്ലേ? 6 കുട്ടികൾക്ക്. എത്ര കുട്ടികൾക്ക്? 6 കുട്ടികൾക്ക്. ഇത് ആരാണെന്ന് പറഞ്ഞു നിങ്ങളോട്? പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ പത്രത്തിൽ വരുന്നതെല്ലാം സത്യമാണെന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? ശുദ്ധ അസംബന്ധമാണ്. ആ കണക്ക് തെറ്റാണ്. 12 കുട്ടികൾ ഇപ്പോഴും ICU കിടക്കാണ്. അതെന്താണ് ഇവിടാത്ത? 6 കുട്ടികൾ പത്രത്തിൽ. ഇതാണ് പത്രം വായിച്ച നിങ്ങൾ ഇങ്ങനെ തെറ്റായ വ്യാജ വാർത്തയാണ്. എണ്ണം കൂടിയത് ക്രെഡിറ്റ് ആയിട്ട് എടുത്തേക്കാണോ? പിന്നെ ഒരു കാര്യം, എന്നെ കളിയാക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. പ്രസിഡന്റായി നിന്ന് പതക്കം മേടിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ല. ഞങ്ങളുടെ അടുത്ത പുരുഷ സ്വയ സഹായ സംഘമുണ്ട്, നവദീപം. അതിന്റെ പ്രസിഡന്റ് അംബുജാക്ഷൻ പിള്ളയുടെ കയ്യിൽ അങ്ങനെയുള്ള ആളിനെയാണ് നിങ്ങൾ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത്. മനസ്സിലാക്കണം. ആരാ സാറിനെ മനസ്സിലായേ? ആരാ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്ത് തോന്നുന്നു സാറിന്? സൂക്ഷിച്ചു നോക്കിയില്ലേലും 2 തരാൻ തോന്നുന്നു. അതേ ഇരിപ്പായിരിക്കണം. അല്ല സാറേ, എന്നെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കി. എന്നെ മനസ്സിലായോ സാറിന്? ഇല്ല, മനസ്സിലായില്ല. ആരാ? സാറ് മണ്ണാമല സ്കൂളിൽ ഞാൻ 7B ഒരൊറ്റത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ച നെൽസൺ ഓർമ്മയുണ്ടോ സാർ? 7B പുറകറ്റത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ച നെൽസൺ. അന്ന് ഞാൻ പഠിപ്പിച്ച നെൽസൺ പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തിയിട്ടില്ലല്ലോ അവനെ. ഞാൻ ഡെസ്കിൽ നിർത്തിയിട്ടല്ല ഉള്ളൂ. ആ നെൽസനാണോടാ? നീ ഇപ്പൊ പൂക്കച്ചവടമൊക്കെ തുടങ്ങിയത്. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങരുത്. ലാഭം ഷെയർ ചെയ്ത് പോകത്തില്ലേ? ഇതുവരെ നീ രക്ഷപ്പെട്ടില്ലല്ലേ? ഒറ്റയ്ക്ക് തുടങ്ങണം കച്ചവടം. അല്ല സാറേ, ഇത് ഞാൻ പിന്നെ പൂക്കച്ചവടമല്ല. ഞാൻ ഇവിടുത്തെ ഗസ്റ്റായിട്ടാണ് ഈ പ്രോഗ്രാമിന്റെ. ഗസ്റ്റോ? ഗസ്റ്റ്. അതെങ്ങനെ ഗസ്റ്റായി? ഈ കുറച്ച് സിനിമയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പിന്നെ ചാനലിലൊക്കെ ഇങ്ങനെ ഓരോ പ്രോഗ്രാം ഒക്കെ ചെയ്തപ്പോ അങ്ങനെ ഇപ്പൊ വലിയ ആളായിട്ട് നിൽക്കുക. എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഈ മൂട് നീറിയ നിക്കറുമൊക്കെ ഇട്ടോണ്ട് ഇവൻ വരും. ഇതുവഴിയൊക്കെ ഒലിപ്പിച്ചോണ്ടൊക്കെ വരുന്ന ആ നെൽസനെ എനിക്കറിയത്തുള്ളൂ. ആ നെൽസൺ അല്ലയോടാ? മൂട് കയറി നിക്കട്ടോണ്ട് വരുന്ന നെൽസൺ അല്ലയോടാ നീ? കണ്ടോ അവന്റെ നാണം? കണ്ടോ ആ നാണം? കണ്ടോ അവന്റെ നാണം? കണ്ടോ? അങ്ങനെയൊന്നും കളിയാക്കരുത്. എന്താ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. വളരെ പാവപ്പെട്ട രീതിയിലായിരിക്കും പണ്ടൊക്കെ. എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിരുന്ന് വെച്ചാൽ അദ്ദേഹം പഠിച്ചത് അറിയാവോ? അല്ല, മൂട് കയറിയ നിക്കറിട്ടുണ്ടോ അയാൾ വന്നു? കണ്ടായിരുന്നു എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിന്റെ. അദ്ദേഹം ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പാട്ടവിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ചത്. എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തും പാട്ടവിളക്കിന്റെ വെട്ടത്തും. ഇവർ ഈ വെട്ടമുള്ള പകൽ ഇവന്മാർ എവിടെ പോയേക്കുമായിരുന്നു? രാത്രി ഇരുട്ടാകുമ്പം പിന്നെ വിളക്കൊക്കെ പഠിക്കാൻ പറ്റൂ? അത് പറ്റത്തില്ല. പകല് മൊത്തം കറങ്ങി നടന്നിട്ട് രാത്രി വരുവാ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം തിരക്കി. ഞങ്ങളൊക്കെ പകൽ വെട്ടത്ത് പഠിച്ചവരാ, അറിയാവോ? ആണോ? ആന്നു.
ശ്ശോ, ഇവർക്ക് അറിയത്തില്ല സാറിന് പഠിപ്പിക്കുന്ന രീതി, അതുകൊണ്ടാണ്. അതെ, ഇവർക്ക് അറിയില്ല. സാറ് പഠിപ്പിച്ച ഒരു കാര്യം പോലും നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല സാറിന്. സാറിന്റെ ചൂരലിന്റെ ആ അടിയുടെ ചൂടും സാറ് പഠിപ്പിച്ച ഒന്നും നമ്മൾ മറന്നിട്ടില്ല. അതാണ് വെരി ഗുഡ്, വെരി അതെ, പണ്ട് നമ്മൾ തല്ലി പഠിപ്പിക്കുന്നതിന്റെ ഗുണമാണത്. ആ തല്ലി പഠിപ്പിക്കുന്നത് അവർ മറക്കാൻ പറ്റില്ല. ഇല്ല സാറേ, അത് ഇപ്പോഴത്തെ കുട്ടികളെ തല്ലിയാൽ വിഷയമല്ലേ, കേസെടുക്കും. പിന്നല്ലേ പിള്ളേര് പക്ഷെ ചെറിയ തല്ല കൊടുക്കണം. അങ്ങനെ എന്നാലേ ഇവര് ആ പാഠഭാഗങ്ങൾ മറക്കാതിരിക്കത്തുള്ളൂ. നെൽസൺ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അവല്ലേ? എല്ലാം ഓർമ്മയുണ്ട് സാർ. അങ്ങനെ നെൽസൺ എഴുതേക്കടാ, എഴുന്നേറ്റേക്ക്. ഗസ്റ്റാ സാർ, എന്ത് ഗസ്റ്റാണ്. എന്നാ കസേര കയറിയേക്ക്. അയ്യോ, ഇവിടെ അങ്ങനല്ലേ ശീലം, ഞാൻ അങ്ങനല്ലേ അല്ല, പഠിപ്പിച്ചു. ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നോളാം. അങ്ങനെ നിക്ക്. ഇനി പറയൂ, ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറയൂ. അതേ കിടക്കണം. അതിന് സാറ് പഠിപ്പിച്ച ആ രൂപത്തിൽ തന്നെ ഇരിക്കും ഇപ്പോഴും. നമ്മൾ പറഞ്ഞിനി മാറ്റണം. തറുതല പറയാനല്ല പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അതിനൊരു രൂപം ഉണ്ടല്ലോ, അത് ആ സാമാന്യ രൂപത്തിൽ. ആ സാമാന്യ രൂപം എന്ത്? ആ സാമാന്യ രൂപം എ പ്ലസ് ബി. നീ പറയത്തില്ല അല്ലേ? എ പ്ലസ് ബി ഞാൻ പറയാം. കുട്ടി പറയും. a+b the whole square is equal to a square plus 2ab plus b square. കണ്ട് പഠിക്കടാ, കണ്ട് പഠിക്ക. എഴുന്നേക്ക്. എഴുന്നേക്കണോ? ആ കുട്ടിയുടെ ആ കസേര തുടച്ചു കൊടുക്കും. തുടക്കിയേട്ടാ. വേണ്ട, ഗസ്റ്റാ. ഇവിടെ ഇറങ്ങി വരൂ. എന്ത് ഗസ്റ്റ്? മൂട് കയറിയ നിക്കർ. എത്ര വലിയ ഗസ്റ്റ് ആവും അത് മറക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇരുന്നോളൂ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഡെസ്കെ നിർത്തി പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവൻ ദൈവഭക്തിയുടെ കാര്യത്തിൽ ഭയങ്കര മിടുക്കനാണ്, ഭയങ്കര ഭക്തിയുള്ളവനാണ്. അറിയാം സാർ അങ്ങനെ പറഞ്ഞു. ഭയങ്കര ദൈവഭയമുള്ള ആളാണ്. ഈ നമ്മള് ഈ വിദ്യാരംഭത്തില് ഈ പൂജ വെക്കില്ലേ? പൂജ വെക്കും. സാധാരണ എത്ര ദിവസമാണ് പൂജ വെക്കുന്നത്? 3 ദിവസം. 365 ദിവസവും പുസ്തകം പൂജ വെക്കുന്ന ആളാണ്. 365 ദിവസവും പുസ്തകം കൈകൊണ്ട് തൊടൂല, കൈകൊണ്ട് തൊടില്ല. ഭയങ്കര ഭക്തിയാണ്. ദൈവത്തിങ്കിൽ അർപ്പിക്കുന്നതാണ്. എല്ലാം പുസ്തകം ദൈവത്തിന് അങ്ങ് അർപ്പിച്ചേക്കുക. പിന്നെ അങ്ങനെ ഇത് പറയും. സാറ് ഈ സാറിന്റെ പേരിലാണോ ഈയിടെ എന്തൊരു കേസ് ഉണ്ടായിരുന്നു പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ? പത്രത്തിൽ അതും വന്ന പോലെ. ഈ സാറിന്റെ പേരിലാണോ? അതൊരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ഞാൻ ഈ പൂജ പിള്ളേരെ നിലത്തെടുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ മണൽ വേണമായിരുന്നു. പഠിപ്പിക്കാൻ വേണ്ടി മണലിൽ എഴുതിക്കാൻ. അങ്ങനെ ഞാൻ ആറ്റുവാരത്ത് പോയി കുറച്ച് മണൽ വാരി ജിയോളജിക്കൽ വിഭാഗം വന്ന് എന്നെ കൈയോടെ പൊക്കി പോലീസിൽ ഏൽപ്പിച്ചു. മണൽ മാഫിയ എന്നും പറഞ്ഞു. കഷ്ടായി. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. എന്റെ ഭാഗ്യത്തിന് ഞാൻ പഠിപ്പിച്ച സുരേഷിനെ അറിയില്ലേ? ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന സുരേഷ് ആയിരുന്നു അവിടുത്തെ SI. എന്നെ കണ്ടപ്പോ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. സാറ് പഠിപ്പിച്ച കുട്ടിയായതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്യാതെ ഊരിപ്പോന്നല്ലേ? കേസെടുത്തില്ല. പക്ഷേ അവനെ ഞാൻ പണ്ട് അടിച്ചില്ലേ, അത് പലിശ സഹിതം അവൻ എനിക്ക് തിരിച്ചു തന്നു. SIയുടെ ആ മേശയുടെ മണ്ടയ്ക്ക് കയറ്റി നിർത്തിയാണ് എന്നെ അടിച്ചത്. അയ്യോ. പക്ഷെ കേസ് ചാർജ് ചെയ്തില്ല. അങ്ങനെ ഒരു ഉപകാരം അവൻ ചെയ്തു. ഞാൻ ചൂരൽ കൊണ്ടാണ് അടിച്ചെങ്കിൽ അവൻ എന്നെ ലാത്തിക്കായിരുന്നു തല്ലിയത്. കഷ്ടമുണ്ട്. സാറ് എന്നെ കണക്ക് കുറെ പഠിപ്പിച്ചായിരുന്നല്ലോ സാർ. ഞാൻ തല്ലിയാണ് പഠിപ്പിച്ചത്. അതെ, തല്ലി പഠിത്താൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലെസാഗു, ഉസാഗ, പിന്നെ കുറെ തീറ്റ ഉണ്ടായിരുന്നു സാറേ. സൈൻ തീറ്റ, കോസ് തീറ്റ, അതൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു. എല്ലാം നന്നായിട്ട് പഠിച്ചു സാർ. എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഈ തീറ്റകളൊന്നും കൊണ്ട് എനിക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനമില്ല. ഞാൻ ഇതൊക്കെ എവിടെ പറയണം, എങ്ങനെ പറയണം, എൻ്റെ ജീവിതത്തിൽ ഇത് എവിടെ ചെന്ന് പറയണമെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. പിന്നെ ആ തീറ്റ മാത്രം എടുത്താൽ അതുകൊണ്ട് ഞാൻ പച്ച പിടിച്ച് നിൽക്കുന്നു, വല്ലതും തിന്നുന്നത് കൊണ്ട്. തീറ്റയിൽ മാത്രമാണ് രക്ഷപ്പെട്ടത്. അത്രേ ഉള്ളൂ. ടാനും കോസും ഒക്കെ അതൊക്കെ എവിടെ പറയേണ്ടത് സാർ? ഇപ്പം എനിക്ക് കാണാനായിട്ടിരുന്നത് ഒന്ന് പറഞ്ഞു തരണം. ഏത് കടയിൽ പോയി പറയണം? ലസാഗു, ഉസാഗാന്ന് ഏത് കടയിൽ പോയി പറയും? നമ്മൾ എവിടെ പോയി? സാർ മുമ്പ് പറഞ്ഞല്ലോ ഒരു സാമാന്യ വാക്കുന്നതിന് ഉദാഹരണം എന്താ പറഞ്ഞ? പലർക്കട ചെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും നടക്കുവോ? പൈസ എണ്ണി കൊടുക്കണം. അവിടെ അത് ചോദിച്ചിട്ട് കാര്യമില്ല. മിമിക്രി ഒക്കെ കുറച്ച് പണ്ടുപോലെ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോ കഞ്ഞി കുടിച്ചു പോകുന്നു. മിമിക്രിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളെല്ലാരും മിമിക്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ആള്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എനിക്കും ഒന്ന് രക്ഷപ്പെടണം.
എന്നെ 2 നമ്പർ പഠിപ്പിക്കണം. സാറിന് എനിക്കൊരു ചാൻസ് ഇല്ലാതിരിക്കുമായിരുന്നു നമ്മുടെ സുരേഷിന്റെ ആ രീതി എനിക്ക് തീർക്കാനായിട്ട്. സാറിനെ ഞാൻ പഠിപ്പിക്കാം, പക്ഷെ തല്ലി പഠിച്ചെങ്കിലേ പഠിക്കൂ സാറ് പറഞ്ഞിട്ടില്ലേ? മിമിക്രി ഞാൻ പഠിപ്പിക്കാം, പക്ഷെ ഞാൻ തല്ലിയെ പഠിപ്പിക്കട്ടെ സാറേ? എന്തിനാ? ഞാനൊരു ഗുരുനാഥനാണ് നിന്റെ. അല്ല സാറേ, തല്ലി പഠിപ്പിച്ചെങ്കിലേ പഠിക്കൂ. അങ്ങനെയാണ് സാർ ആ വടിയും തരാൻ ഞാൻ സാറിനെ മിമിക്രി പഠിപ്പിക്കാം. അങ്ങനെ ഇപ്പൊ വടി തന്നടി മേടിക്കേണ്ട ഗതികേട് എനിക്കില്ലടാ. അല്ല സാറേ, നിക്ക് സാറേ, ഞാൻ പഠിപ്പിക്കാം സാറേ. എനിക്ക് മിമിക്രി പാച്ചണ്ട. പാപ്പച്ച സാറേ, എല്ലാം വന്നേക്കുന്നു. പാപ്പച്ച